ജൂലൈ 4-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിലാദ്യത്തത് ഈ പ്രമാൺ എന്ന് പറയുന്ന ആപ്പുമായി ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഈ ഒരു പോലീസിനെ ഈ പ്രമാൺ ആപ്പ് ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിലാണ് എക്സ്പേർട്സ് പറയുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷനിടയിൽ ആ ഒരു സീനിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോസും മറ്റും എവിഡൻസും ഓഡിയോ എവിഡൻസുകളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും FIRലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പ്രമാൺ മൊബൈൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നിരിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ പ്രമാൺ എന്ന് പറയുന്ന ആപ്പ് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഈ പ്രമാൺ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അതായത് നാഷണൽ സിംഗിൾ സൈൻ ഓൺ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അതായത് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ വിവിധ സർവീസുകളുണ്ട്, അല്ലെങ്കിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിവിധ വെബ്സൈറ്റുകളും വിവിധ ആപ്പുകളും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിലേക്കെല്ലാം സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന് പകരം ഒരു സിംഗിൾ അക്കൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ സൈൻ ഇൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എല്ലാ ആപ്പിലേക്കും എല്ലാ അക്കൗണ്ടുകളെയും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് വിവിധ അക്കൗണ്ടുകൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിവിധ ഗവൺമെൻറ് സർവീസുകൾ യൂസ് ചെയ്യുമ്പോൾ അതിനെല്ലാം കൂടി ഒരു സിംഗിൾ ഓതൻറ്റിക്കേഷൻ അല്ലെങ്കിൽ സിംഗിൾ സെക്യൂരിറ്റി എൻട്രി എന്ന രീതിയിലാണ് ഈ ഒരു സിംഗിൾ സൈൻ ഓൺ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ഈ പ്രമാൺ ആപ്പ് വന്നിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ വിവിധ സർവീസുകൾ നമുക്ക് ഈ പ്രമാൺ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ പ്രമാൺ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് ഒരു യൂണിഫൈഡ് ലോഗിൻ ഫെസിലിറ്റി ആണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ടുള്ളത്. അതായത് സിംഗിൾ സൈൻ ഓൺ ആണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൻ്റെയും ആയിട്ടുള്ള വിവിധ ആപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് ഈ ഒരു ഒറ്റ അക്കൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ യൂസർ നെയിമും പാസ്വേഡും മാത്രമല്ല മൾട്ടി ഫാക്ടർ ഓതൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ഫീച്ചർ കൂടിയുണ്ട്. അതായത് ഒന്നിലധികം സെക്യൂരിറ്റീസ് മെഷേഴ്സ് ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ ഒരു OTP കൂടി വരും, അല്ലെങ്കിൽ നമുക്ക് ബയോമെട്രിക്സും മറ്റുമൊക്കെ അതായത് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് കൂടി ഉള്ളതുകൊണ്ട് ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് സെക്യൂരിറ്റി ഓഫർ ചെയ്യും. കുറച്ചുകൂടി നല്ലൊരു ഓതൻറ്റിഫിക്കേഷൻ, അതായത് നമ്മുടെ ആ ഒരു ഡാറ്റ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ വ്യത്യസ്ത യൂസർ നെയിം അക്കൗണ്ടുകൾ, വ്യത്യസ്ത ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റുകൾ യൂസ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഈ പ്രശ്നം കൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഡിജിറ്റൽ പ്രൊഫൈലിൻ്റെ കീഴിൽ തന്നെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ, വോട്ടർ ID തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനെയും കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്തിലേക്ക് കിട്ടും, നമുക്കൊരു സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് ഈ പ്രമാൺ ആപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതേ ആപ്പ് പോലീസുകാർക്ക് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അവർക്ക് ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റയും വീഡിയോസും ഒക്കെ റെക്കോർഡ് ചെയ്യാം, അതിലേക്ക് സൈൻ ഇൻ ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആര് പറയുന്നത് വെച്ചാൽ വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇത് പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഡാറ്റ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഡാറ്റ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ നമ്മൾ എല്ലാ ഓഫീസിലും പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. അതിന് പകരം നമുക്ക് ഈ പ്രമാൺ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ആണ് ഇതിനെക്കുറിച്ച് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഈ പ്രമാൺ ആപ്പ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻസിനും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ പ്രമാൺ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വയ്ക്കേണ്ടതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത നമ്മളുടെ രാജ്യത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള 3 ക്രിമിനൽ ലോസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ക്രിമിനൽ ലോസിൻ്റെ പേര് ഇംഗ്ലീഷിൽ ആണ് നെയിം ചെയ്യേണ്ടതെന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇങ്ങനെ ഇംഗ്ലീഷ് എന്ന് പറയാൻ കാരണം. ആ നിയമങ്ങളുടെ പേര് നമുക്കറിയാം. ഈ ഒരു ക്രിമിനൽ, അതായത് നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ്, CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇത് മൂന്നും ഹിന്ദി പേരിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് കൊണ്ടുവന്നത്. ഇത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 348 വയലേഷൻ ആണെന്നാണ് കോടതിയിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം എന്നുള്ളത്. അപ്പോൾ വാർത്ത നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. 3 ക്രിമിനൽ ലോസ് കൊണ്ടുവന്നത് ഈ ജൂലൈ 1 മുതൽ നിലവിൽ വന്നു. അതിൻ്റെ പേരുകൾ ഇംഗ്ലീഷിലാണ് ഉണ്ടായിരുന്നത് അല്ലേ, അല്ലെങ്കിൽ ഹിന്ദിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് വെച്ചാൽ ഹിന്ദിയും സംസ്കൃതവും അല്ല, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ തന്നെയാണ് ഈ പേരുകൾ എന്നുള്ള രീതിയിലാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ മദ്രാസ് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആക്ച്വലി ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വന്നതാണ്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു നിയമങ്ങൾ ഹിന്ദി പേരിൽ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നൊക്കെ പറഞ്ഞ് ഹിന്ദി പേരുകളിലാണ് ഉള്ളത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് ആർട്ടിക്കിൾ 348 വയലേഷൻ ആണെന്നും
പറഞ്ഞിട്ടാണ് PIL പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ലെങ്കിൽ പൊതു താല്പര്യ ഹർജി മദ്രാസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. അപ്പോൾ ഇതിനെതിരായിട്ടാണ് ASG പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പേരുകൾ ഹിന്ദിയിലോ സംസ്കൃതത്തിലോ ഒന്നല്ല, ഇംഗ്ലീഷിൽ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വരാനുള്ള കാരണം ആർട്ടിക്കിൾ 358 എന്നാണ്, ആർട്ടിക്കിൾ 348 ആണ്. ആർട്ടിക്കിൾ 348ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഉപയോഗിക്കേണ്ട ലാംഗ്വേജിനെ സംബന്ധിച്ചാണ് ആർട്ടിക്കിൾ 348 പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 348(1) പറയുന്നത് വെച്ചാൽ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും എല്ലാ പ്രൊസീഡിങ്സും ഇംഗ്ലീഷിലായിരിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിൽ വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കണം. ഇംഗ്ലീഷിലായിരിക്കണം ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ പാർലമെന്റ് ഒരു സെപ്പറേറ്റ് നിയമം ഉണ്ടാക്കണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 348 പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ PIL പറഞ്ഞതെന്ന് വെച്ചാൽ നിയമം ഹിന്ദിയിലാണ് എന്നുള്ളതാണ്. പക്ഷേ അവിടെ അഡീഷണൽ സോളിസിറ്റർ ചെയർമാൻ നിയമത്തിന്റെ പേരാണ് ഹിന്ദിയിലുള്ളത്, നിയമം ഇംഗ്ലീഷിൽ തന്നെയാണ് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ എല്ലാ ഭാഷകളിലും നിയമം അവൈലബിൾ ആക്കും എന്നാണ് ഹോം മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 341 എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ടുള്ള ഭാഷയെ സംബന്ധിച്ചാൽ അത് ഇംഗ്ലീഷ് ആയിരിക്കണം, അല്ലെങ്കിൽ പാർലമെന്റ് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിയമം പാസ്സാക്കണം എന്നുള്ളതാണ്. ഇനി ആർട്ടിക്കിൾ 348(2) പറയുന്നത് ഹൈക്കോടതിയെ സംബന്ധിച്ചുള്ള ഒരു റിലാക്സേഷൻ ആണ്. അതായത് ആ സംസ്ഥാനത്തെ ഗവർണറിന് പ്രത്യേകിച്ചും പ്രസിഡന്റിന്റെ നേരത്തെയുള്ള കൺസെന്റ് എടുത്തുകൊണ്ട് ഹിന്ദി ലാംഗ്വേജോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാംഗ്വേജോ ആ സ്റ്റേറ്റിൽ ഉപയോഗിക്കുന്ന ഭാഷ അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജോ ഹൈക്കോടതിയിലെ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൊസീഡിങ്സിന് വേണ്ടി യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, സംസാരിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. പക്ഷേ ഹൈക്കോടതി ഉത്തരവിറക്കേണ്ടത് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇംഗ്ലീഷ് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഒറ്റ ഭാഷയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് മൊത്തം ഒരു യൂണിഫോമിറ്റി വരും അല്ലേ, ആർക്കും ഇന്റർപ്രിട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരില്ല. വ്യത്യസ്ത ഭാഷകളിലാവുമ്പോൾ ഇന്റർപ്രിട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരും. പ്രത്യേകിച്ചും ജഡ്ജ്മെന്റ്സ് ആകുമ്പോൾ ഇന്റർപ്രിട്ടേഷന് വിധേയമായിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രശ്നത്തെ ഒഴിവാക്കാനാണ് സിംഗിൾ ലാംഗ്വേജ് വേണം എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഹൈക്കോടതിയിലെ പ്രൊസീഡിങ്സ് വേണമെങ്കിൽ, അതായത് സുപ്രീം കോടതിയിൽ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആയിരിക്കണം, ഹൈക്കോടതിയിൽ വേണമെങ്കിൽ ഗവർണർക്ക് പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതിയോടുകൂടി പ്രീവിയസ് കൺസെന്റ് ഓഫ് ദി പ്രസിഡന്റ് കൂടിയിട്ട് ഹിന്ദി ലാംഗ്വേജോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷ, അതപ്പോൾ കേരള ഹൈക്കോടതിയിൽ വക്കീലന്മാർക്കും ഒക്കെ മലയാളത്തിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് പറ്റും. ആർട്ടിക്കിൾ 348(2) പ്രകാരം ഗവർണർ പ്രസിഡന്റിന്റെ കൺസെന്റ് എടുത്താൽ മാത്രം മതി, ഹൈക്കോടതിയിൽ മലയാളത്തിൽ സംസാരിക്കും. പക്ഷെ ഓർഡർ ഇറങ്ങുന്നത് ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും എന്നുകൂടി ഓർത്തു വെക്കണം. ഇതാണ് ആർട്ടിക്കിൾ 348ഉം ആർട്ടിക്കിൾ 348(1)ഉം 2ഉം എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ഈ നിയമവുമായി ബന്ധപ്പെട്ട വാർത്ത. അപ്പോൾ ഓർത്തു വെക്കാൻ, നിയമത്തിന്റെ പേരാണ് ഹിന്ദിയിലുള്ള, നിയമം ഇംഗ്ലീഷിൽ തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാ ഭാഷകളിലും നിയമം അവൈലബിൾ ആണ്. സ്വാഭാവികമായിട്ടും കോടതിയിൽ നിയമം വരുന്ന സമയത്ത് ഇംഗ്ലീഷുള്ള നിയമമായിരിക്കും എടുക്കുന്നുണ്ടാവുക എന്നുകൂടി ഓർത്തു വെക്കുന്നത്. അതുകൊണ്ടാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു ആൾക്കൂട്ട ട്രാജഡിയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ആൾദൈവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മീറ്റിങ്ങിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്ന, ഏകദേശം 120ഓളം ആൾക്കാർ മരണപ്പെടുന്ന ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്രയും ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയം എന്താണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആവർത്തിക്കാനുള്ള കാരണം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. കൂടുതൽ ദി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിനു വേണ്ടി പ്രതിമാസം 189 രൂപ എന്ന നിരക്കില് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. യൂട്യൂബ് വഴിയും ലേണേഴ്സ് IAS ആപ്പ് വഴിയും ക്ലാസുകൾ കാണാവുന്നതാണ്.